വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഹെക്സ് ഹെയർ ഫിക്സിംഗ് കോട്ടയത്താണുള്ളത്. ഇവർക്ക് വിദേശത്തും അതുപോലെ നമ്മുടെ നാട്ടിലും ഒക്കെ ആയിട്ട് 40ഓളം സർവീസുകളുണ്ട് അല്ലേ? ഇവിടെയും പ്രമോഷൻ കണ്ട. ഇവളെ മൊട്ടത്തലക്ക് മുടി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെയറിൻ്റെ ഒരു ഷോപ്പിലേക്ക് പോയതാണ്. അവിടെയും പ്രമോഷൻ. അവിടെ ഒന്നും ക്യാഷല്ല, വെറുതെ മുടി, തലമുടി വെറുതെ വെക്കാൻ ഒരു പ്രമോഷൻ ചെയ്യുന്നു. എന്താ കഥ അല്ലേ? രോഗമായിട്ട് കിടക്കുമ്പോഴും പ്രമോഷൻ ചെയ്ത് പൈസ ഉണ്ടാക്കല. ഔട്ട്ലെറ്റുകൾ അവൈലബിൾ ആണ്. സോ എനിക്ക് സന്തോഷം കൊണ്ടാണോന്ന് അറിയില്ല. കാരണം അതന്നെ നേരാമണ ഔട്ട്ലെറ്റ് എന്ന് പറയാൻ വരെ രേണുസുതിക്ക് കിട്ടുന്നില്ല. എന്തായാലും ബാക്കിയും കൂടെ കണ്ടോക്കാം. എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നെ ഇവരുടെ MD നേരിട്ട് കോൺടാക്ട് ചെയ്ത്, രേണു നിന്റെ വീഡിയോസ് എല്ലാം, നമ്മളുടെ വീഡിയോസ് എല്ലാം ഞങ്ങൾ കാണാറുണ്ട്. സോ ഹെയർ കട്ട് ചെയ്തപ്പോൾ ഒരുപാട് കമന്റ്സും ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. പഴയ ഹെയർ ഉള്ളത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റണില്ല രേണു. ഈ ഒരു ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിട്ടാണ് മുടി വെട്ടിയത്. അപ്പം ആ മുടി വെട്ടിയത് തീരെ സഹിക്കാൻ വയ്യായിട്ടാണ് ഇപ്പം മുടി വെക്കുന്ന ഷോപ്പുകാർ ഇവിടെ തേടിയെത്തിയത്. കാരണം വെച്ചാൽ അവരെ കമൻസ്, ഇവളെ വീഡിയോൻ്റെ താഴെ കമൻസ് കണ്ടിട്ട് വല്ലാത്ത വിഷമം തോന്നിയിട്ടാണ് ഇവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് മുടി വെക്കാൻ വേണ്ടി പറഞ്ഞത്. അതെന്താ, അത് അവർക്കൊരു പ്രൊമോഷൻ വീഡിയോ കൂടിയായി. കാരണം വെച്ചാൽ ഇവൾ ഈ വീഡിയോ ഇതിലേക്കൂടി എന്താ പറയുക പബ്ലിക്കാക്കുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അവർക്ക് നല്ലോണം എന്താ പറയുക കസ്റ്റമർ കിട്ടും. ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഒരു ഹെയർ വെച്ചിട്ട് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ എപ്പം നിങ്ങൾ വരുന്ന വഴി തന്നെയാണ് ഞങ്ങളുടെ ഇത്, അതായത് ഹെഡ്സ് ഹെയർ ഫിക്സിംഗ് കോട്ടയത്ത് തന്നെയാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒറിജിനാലിറ്റി തോന്നിക്കുന്ന രീതിയിലുള്ള ഹെയർ ഞങ്ങൾ വെച്ച് തരാമെന്ന് പറഞ്ഞു. തനിക്ക് ക്യാൻസറാണ്. ആ ക്യാൻസറിനുള്ള ചികിത്സ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ലോകത്തിലെല്ലാവർക്കും അറിയാം. ഇപ്പോൾ പബ്ലിക് ആയിട്ട് യൂട്യൂബിലിട്ടത് കൊണ്ട് എല്ലാവർക്കും അറിയാം താനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്, അതിൻ്റെ ചികിത്സയിലാണ്. അതിൻ്റെ കൂടെ നീ ഇപ്പോൾ ശരിയായ രീതിയിൽ തോന്നിക്കുന്ന ഒരു മുടി വെച്ചിട്ടിപ്പം ഇനി വല്ല ഷൂട്ടിങ്ങിനും പോകാനുണ്ടോയെന്നറിയില്ല. അതും നമുക്ക് അടുത്ത് തന്നെ കാണാൻ പറ്റും. കാരണം ഇപ്പം ക്യാൻസർ ചികിത്സക്ക് ഒരുപാട് പൈസ ചിലവായതാണ്. അതെന്തായാലും അവൾക്ക് പിടിച്ചെടുക്കണ്ടേ. അപ്പം എന്തെങ്കിലും ഇവളൊന്ന് മനസ്സിൽ കാണാണ്ട് ഇതിന് ഇറങ്ങൂല പറഞ്ഞു. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം എൻ്റെ ആ ഒരു ഹെയർ വെക്കുന്നത്, നമ്മുടെ ഹെഡ്സിൽ വന്നിട്ട് ഹെയർ വെക്കുന്നത് നിങ്ങളെ ഒന്ന് യൂട്യൂബ് ചാനലിലൂടെ കാണിക്കാന്ന് വെച്ചാൽ എന്നെ സന്തോഷിപ്പിക്കാനാന്ന് പറഞ്ഞപ്പം എനിക്ക് എൻ്റെ അടുത്ത് ചേച്ചിയൊക്കെ പറഞ്ഞു നമുക്കൊരു സ്ഥലം വരെ പോകണമെന്നേ പറഞ്ഞില്ല. എന്നെ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ചേച്ചിയാണ് കോൺടാക്ട് ചെയ്തത്. എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തല്ല, ചേച്ചിയുടെ കയ്യിലായിരുന്നു 2-3 ദിവസം ഫോൺ, ഞാൻ വയ്യാതെ കിടക്കുമായിരുന്നു. അപ്പൊ അവരെയാണ് കോൺടാക്ട് ചെയ്തത്. അപ്പൊ ഇപ്പോഴാണ് എന്നോട് ആ സാറിൻ്റെ അടുത്ത് സംസാരിച്ച് അങ്ങനെ ഞങ്ങളൊരു ഹെൽപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ആയിട്ട് തരുവാന്ന് പറഞ്ഞു. അപ്പൊ താങ്ക് യു സോ മച്ച് ഹെഡ്സ് ഹെയർ ഫിക്സിംഗ് കോട്ടയം. സത്യം പറഞ്ഞ സന്തോഷമായി. ഇപ്പൊ ഋതപ്പന് ഭയങ്കര വിഷമായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതാണ് അതിൻ്റെ പോയിന്റ്. കണ്ട, ഇപ്പം മുടി വെക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയോ? ഋതപ്പന് വേണ്ടിയിട്ട്. കുറേ കാലം എന്താ പറയുക പല സോഷ്യൽ മീഡിയയിലും മറ്റുള്ള എന്താ പറയുക ഫിലിമിലും മറ്റ് വീഡിയോയിലും ആൽബത്തിലൊക്കെ ഇവൾ അഭിനയിച്ചത് അത് സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ്. മുമ്പേ എല്ലാം പറയല്ലോ സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ്. ഡൈപ്പർ ഇതപ്പന് വേണ്ടിയിട്ടാണ്. കിച്ചു ഔട്ടായി. അമ്മയുടെ പഴയ മുടിയായിരുന്നു. എന്നിട്ട് എനിക്ക് കൊണ്ട് ഫോട്ടോസ് കൊണ്ട് കാണിക്കാം, അമ്മ ഇതുപോലെ ആകണേന്ന്. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ കേൾക്കുമ്പോഴത്തേന്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ തന്നെയല്ല നമുക്ക്. താങ്കൾക്ക് ഇപ്പോഴെങ്കിലും ഒന്ന് വിഷമം ഉണ്ടായില്ല റിതപ്പം പറയുന്നൊരവസരത്തിൽ? ഇനിയും പിന്നെ അയിഞ്ഞാടാൻ പോകുന്ന അവസരത്തിൽ ആ മക്കളെ വരെ ഓർമ്മയുണ്ടായില്ല. അന്നേരം ആ ബിഗ് ബോസിൽ 2 ആഴ്ച പോയി നിന്നിട്ട് ഇവൾ അവിടെ നിന്ന് കരഞ്ഞതാണ്. എനിക്ക് എൻ്റെ മക്കളെ കാണാതിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവൾ ചാടി. എന്നിട്ട് മക്കളുടെ അടുത്ത് ഇവൾ നിന്നിനായില്ല. ഇവൾ ദുബായിലേക്കും ബഹ്റൈനിലേക്കെല്ലാം ഇങ്ങനെ ഭയങ്കര കറക്കം. അന്നേരം ഋതപ്പിനൊന്നും ഓർമ്മയില്ല, മക്കളൊന്നും വേണ്ട, വിഷമവും ഇല്ല. ഇപ്പോൾ ഋതപ്പം പഴയ ഫോട്ടോ എടുത്തിട്ട് അമ്മേൻ്റെ മുടി ഇങ്ങനെ വേണം, ഇങ്ങനെ തന്നെ അമ്മേൻ്റെ മുടി ആകണം എന്ന് ഋതപ്പം പറഞ്ഞത് കൊണ്ടാണ് പോലും ഇപ്പം ഈ ഷോപ്പുകാർ ഇവനെ വിളിച്ചതും ഇവർക്ക് ഇതുപോലത്തെ പഴയ പോലത്തെ ശരിയായ രീതിയിൽ തോന്നിക്കുന്ന മുടി വെക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത്. ഇപ്പൊ അതിനുള്ള ഇതൊന്നും ഇല്ല. ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ICUലായിരുന്നു ഇത്രയും ദിവസം. ഒരുപാട് പേര് എന്നെ, ഒരുപാട് നല്ല ആളുകൾ എന്നെ വന്ന് കാണുകയും സഹായമൊക്കെ ചെയ്യുകയും ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, മരുന്നൊക്കെ ആയിട്ടിരിക്കും. അപ്പോഴാണ് ഇവരെന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്തത്. എനിക്ക് ഒരുപാട് സന്തോഷം. എന്തായാലും ഞാൻ നിങ്ങളെ അത് ചെയ്യുന്നതും ഔട്ട്പുട്ടും ഒക്കെ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇതാണ് മക്കളെ അവളെ പഴയ രീതിയിലുള്ള മുടിവെപ്പ്. നിങ്ങളെല്ലാവരും കണ്ടോട്ടോ. ക്യാൻസർ ചികിത്സയിലാണ്. ആ ചികിത്സ പൂർണ്ണമായിട്ട് എന്താ പറയുക
കഴിയാനൊന്നും ഇവൾക്ക് സമയമില്ല. അപ്പോൾ റിതപ്പൻ മുമ്പേത്തെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞതിന് പോലും അമ്മേൻ്റെ മുടി ഇതേപോലെ എന്നെ ആക്കണം എന്നൊക്കെ. അപ്പോൾ റിതപ്പന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പഴയ സ്റ്റൈലിൽ ആ ശരിക്കും മുടിയാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഇപ്പം ഇവൾ രേണുസുതി മുടി വെക്കാൻ തയ്യാറായി റിതപ്പന് വേണ്ടി. മുമ്പേ എല്ലാം കൊല്ലം സുതിക്ക് വേണ്ടിയായിരുന്നു. ഇപ്പം സുതിയും ഇല്ല കിച്ചുവും ഇല്ല, ഇപ്പം എല്ലാം റിതപ്പന് വേണ്ടിയിട്ടാണ്. റിതപ്പനെ മുമ്പേ ഒന്നും ഓർമ്മയൊന്നുമില്ല. കാരണം വെച്ചാൽ ഓരോ ആവശ്യത്തിന് ബഹ്റൈനിലേക്കും ദുബായിലേക്കും പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യാൻ പോകുന്ന അവസരത്തിലൊന്നും മക്കളെയൊന്നും ഓർമ്മയില്ല. ഇപ്പം രോഗമായിട്ട് കിടക്കുന്ന അവസരത്തിൽ അമ്മേൻ്റെ മുടി മുറിച്ച ഒരവസരത്തിലാണ് ഇപ്പം റിതപ്പൻ ഇവളെ കുഞ്ഞിയാണ്, റിതപ്പൻ പറഞ്ഞ പോലെ അത് ചെയ്യണം എന്നൊക്കെ തോന്നിയത്. ഇത് റിതപ്പന് വേണ്ടിയിട്ടല്ല, സത്യത്തിൽ മുടിയൊക്കെ മുറിച്ച് കളഞ്ഞപ്പം ഇവക്കന്നെ ഒരു നാണക്കേടായിട്ട് തോന്നിയിട്ടുണ്ടാകും. കാരണം ഇവൾ അന്നേരം കളിച്ച കളിയൊക്കെ എല്ലാവരും കണ്ടതാണല്ലോ. അപ്പോൾ അത് ഇവക്കന്നെ ഒരു ബോറായി തോന്നി. അപ്പോൾ അത് റിതപ്പൻ്റെ പേരിൽ ഇട്ടു എന്ന് മാത്രം.